നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇത് സർക്കംസിഷൻ സർജറി സംബന്ധിച്ചാണ് ഇദ്ദേഹത്തിന് അറിയാനുള്ളത്. ഉം. ഈ സർക്കംസിഷൻ സർജറി കഴിഞ്ഞവർക്ക് ശീഘ്രസ്ഖലനം ഉണ്ടാകില്ല എന്ന് ഇദ്ദേഹം എവിടെ നിന്നോ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയേണ്ടത് ഈ ശീഘ്രസ്ഖലനം ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്കെല്ലാം ഈ സർക്കംസിഷൻ സർജറി ചെയ്തു കഴിഞ്ഞാൽ പ്രയോജനം പ്രയോജനം കിട്ടുമോ കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ചില പഠനങ്ങൾ, ഗവേഷണ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതായത് ഹൈപ്പർ സെൻസിറ്റീവായിട്ടുള്ള ഗ്ലാൻസ് പെനീസ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കംസിഷൻ കഴിഞ്ഞാൽ ഈ പെനീസിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാലക്രമത്തിൽ കുറഞ്ഞു വരികയും അതിൻ്റെ ഫലമായിട്ട് സ്ഖലനം കുറച്ചുകൂടെ വൈകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കോറിലേഷൻ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ശീഘ്രസ്ഖലനത്തിന് ചികിത്സ തേടി എത്തുന്ന ഒരു രോഗിയെ പിടിച്ച് നമ്മൾ നേരെ സർക്കംസിഷൻ ചെയ്തുകൊണ്ട് ഇതിന് പരിഹാരമാകും എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള ഇസ്ലാം മതവിശ്വാസികൾക്ക് ആർക്കും ശീഘ്രസ്ഖലനം ഉണ്ടാകാൻ പാടില്ല. അവർ പുരുഷന്മാരിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഭൂരിഭാഗം പേരും സർക്കംസിഷൻ ചെയ്തവരാണെന്നാണ്. അപ്പോൾ അങ്ങനെ സർക്കംസിഷൻ ചെയ്ത ആൾക്കാർക്കും ശീഘ്രസ്ഖലനം വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചില പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശീഘ്രസ്ഖലനം പരിഹരിക്കാനുള്ള ഒരൊറ്റമൂലിയായിട്ട് നമുക്ക് സർക്കംസിഷനെ ഒരിക്കലും കാണാൻ കഴിയില്ല. സർക്കംസിഷൻ മെഡിക്കലി ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അഗ്രചർമ്മം പുറകോട്ട് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ ബന്ധപ്പെടുകയാണെങ്കിൽ വേദന വരുന്നതുകൊണ്ട് ഇറക്ഷൻ പോകാം. പിന്നെ അഗ്രചർമ്മം പുറകോട്ട് മാറ്റി വാഷ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹ രോഗികളിൽ ഫംഗസ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നിരന്തരമായിട്ടുള്ള ഒരു റിക്കറൻറ്റ് ഫംഗസ് ഇൻഫെക്ഷൻ, ബെലനൈറ്റിസ്, ബെലനോപോസ്റ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന പല കണ്ടീഷൻസും വരാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഒരു പരിഹാരം കൂടിയാണ് സർക്കംസിഷൻ. അതിപ്പോൾ അങ്ങനെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ് വരുന്ന ഘട്ടങ്ങളിലാണ് മെഡിക്കലി നമ്മൾ മെഡിക്കൽ സർക്കംസിഷൻ സാധാരണഗതിയിൽ അഡ്വൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി എൻ്റെ ശീഘ്രസ്ഖലനമാണ്, എനിക്ക് അതൊന്നും മാറ്റാൻ വേണ്ടി സർക്കംസിഷൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാൽ നമ്മൾ ചെയ്യാറില്ല. മറ്റുള്ള മെഡിക്കൽ കോസ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വയം സർക്കംസിഷൻ ആവശ്യമുണ്ട്, നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷേ അതുകൊണ്ട് ശീഘ്രസ്ഖലനം മാറും എന്നൊരു ഗ്യാരണ്ടി ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇതൊരു യൂണിവേഴ്സലായ പ്രവണതയായിട്ട് കാണാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ ഇതിനുള്ള എളുപ്പവഴി, ഈ ശീഘ്രസ്ഖലനം ഒഴിവാക്കാനുള്ള എളുപ്പവഴിയാണ് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യകർത്താവും അത്തരത്തിലൊരു എളുപ്പവഴിയാണ് ആലോചിച്ചത്. അപ്പോൾ അത്തരത്തിലൊരു എളുപ്പവഴി ഈ കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിക്കൊള്ളണമെന്നില്ല. എന്തായാലും നല്ലൊരു ചോദ്യമായിരുന്നു അത്. കാരണം കുറേ ആളുകൾക്ക് ഇത്തരം സംശയങ്ങൾ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.